വെൽക്കം. നമ്മൾ ഇന്ന് കോൺസ്റ്റിറ്റ്യൂഷന്റെ റിവിഷൻ ക്ലാസ് ആണ് ചെയ്യാൻ പോകുന്നത്. ഇനി വരാൻ പോകുന്ന പരീക്ഷകൾക്ക് ഈ വീഡിയോ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഹെൽപ്ഫുൾ ആയിരിക്കും. കാരണം ഇതിലെ ചോദ്യങ്ങൾ ഞാൻ സെലക്ട് ചെയ്തിരിക്കുന്നത് അടുത്തിടെ കഴിഞ്ഞ PSC പരീക്ഷകളിലെ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നുള്ള ചോദ്യങ്ങൾ അനലൈസ് ചെയ്തും അതിന്റെ റിലേറ്റഡ് ഫാക്ട്സ് ഇൻക്ലൂഡ് ചെയ്തിട്ടുമാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ ഹെൽപ്ഫുൾ ആയിരിക്കും ഈ വീഡിയോ. അതുകൊണ്ട് മുഴുവനായിട്ടും കാണാൻ ശ്രമിക്കുക. ഓക്കെ, ആദ്യത്തെ ചോദ്യത്തിലേക്ക് പോവാം. ഇന്ത്യക്കൊരു രാഷ്ട്രപതി ഉണ്ടായിരിക്കണമെന്ന് പ്രതിപാദിക്കുന്ന അനുച്ഛേദം ഏതാണ്? അനുച്ഛേദം 52 ആണ്. ക്ലിയർ ആണല്ലോ. ഏത് ഭാഗത്താണ് രാഷ്ട്രപതിയെ കുറിച്ച് പ്രതിപാദിക്കുന്നത്? ഭരണഘടനയുടെ ഏത് ഭാഗത്താണ് രാഷ്ട്രപതിയെ കുറിച്ച് പ്രതിപാദിക്കുന്നത്? 5ാം ഭാഗത്താണ് അല്ലെ. 5ാം ഭാഗത്ത് വരുന്ന ആർട്ടിക്കിൾസ് ഏതൊക്കെയാണ്? 52 തൊട്ട് 151 വരെയാണ് ഇതിൽ വരുന്ന ആർട്ടിക്കിൾസ്. അതിൽ 52ാം ആർട്ടിക്കിൾ ആണ് എന്ത് പറയുന്നത്? ഇന്ത്യക്കൊരു രാഷ്ട്രപതി ഉണ്ടായിരിക്കണം എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ. എങ്കിൽ ഇന്ത്യയുടെ നിലവിലെ രാഷ്ട്രപതിയായ ദ്രൗപദി മുർമു എത്രാമത്തെ രാഷ്ട്രപതിയാണ്? ഇന്ത്യയുടെ എത്രാമത്തെ രാഷ്ട്രപതിയാണ്? 15ാമത്തെ രാഷ്ട്രപതിയാണ് കേട്ടോ. 15ാമത്തെ രാഷ്ട്രപതിയാണ്. ദ്രൗപദി മുർമുവിന്റെ സ്വദേശം ഏതാണ്? ഒഡീഷ സംസ്ഥാനമാണ് കേട്ടോ. ഒഡീഷയാണ്. അതുപോലെ തന്നെ രാഷ്ട്രപതി ആകുന്നതിന് മുമ്പേ ഏത് സംസ്ഥാന ഗവർണർ ആയിരുന്നു ദ്രൗപദി മുർമു? ജാർഖണ്ഡ് ഗവർണർ ആയിരുന്നു കേട്ടോ. ജാർഖണ്ഡ് ഗവർണർ ആയിരുന്നു. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. 15ാമത്തെ രാഷ്ട്രപതിയാണ്. ഓക്കെ, ഇനി അടുത്ത ചോദ്യം നോക്കൂ. ഇന്ത്യൻ പഞ്ചായത്തി രാജ് സംവിധാനത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? ബൽവന്ത് റായ് മേത്തയാണ് കേട്ടോ. ഇന്ത്യൻ പഞ്ചായത്ത് രാജ് സംവിധാനത്തിന്റെ പിതാവ്, ശില്പി എന്നൊക്കെ അറിയപ്പെടുന്ന ആരാണ്? ബൽവന്ത് റായ് മേത്തയാണ്. ലോക്പാലിലെ ആകെ അംഗങ്ങളുടെ എണ്ണം എത്രയാണ്? ലോക്പാലിൽ ആകെ അംഗങ്ങളുടെ എണ്ണം എത്രയാണ്? 9 ആണ് കേട്ടോ. 9 ആണ്. അതായത് ഒരു ചെയർപേഴ്സണും 8 അംഗങ്ങളും അടങ്ങുന്നതാണ് എന്ത്? നമ്മുടെ ലോക്പാൽ എന്ന് പറയുന്നത്. എങ്കിൽ ഇന്ത്യയുടെ നിലവിലെ ലോക്പാൽ ചെയർപേഴ്സൺ ആരാണ്? ജസ്റ്റിസ് അജയ് മാണിക്റാവു ഖാൻവിൽക്കർ ആണ് കേട്ടോ നിലവിലെ ലോക്പാൽ ചെയർപേഴ്സൺ എന്ന് പറയുന്നത്. കേന്ദ്രത്തിൽ ലോക്പാൽ ഉള്ളതുപോലെ തന്നെ സംസ്ഥാനത്തിലുള്ളതാണ് എന്ത്? ലോകായുക്ത. നിലവിലെ കേരളത്തിന്റെ ലോകായുക്ത ആരാണ്? അനിൽ കുമാർ ആണ്. ക്ലിയർ ആണല്ലോ. ഇപ്പൊ ലോക്പാൽ ചെയർപേഴ്സൺ ജസ്റ്റിസ് അജയ് മാണിക്റാവു ഖാൻവിൽക്കർ, ലോകായുക്ത കേരള ലോകായുക്ത ആരാണ്? അനിൽ കുമാർ. അടുത്ത ചോദ്യം. മൗലികാവകാശങ്ങളും മാർഗനിർദ്ദേശക തത്വങ്ങളും തമ്മിൽ എന്തെങ്കിലും വൈരുദ്ധ്യമുണ്ടായാൽ മൗലികാവകാശങ്ങൾക്കായിരിക്കും കൂടുതൽ പ്രാധാന്യം എന്ന് സുപ്രീം കോടതി വിധിച്ച കേസ് ഏതാണ്? ചെമ്പകം ദൊരൈരാജൻ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് മദ്രാസ് 1951. ഈ കേസിലാണ് സുപ്രീം കോടതി എന്ത് വിധിച്ചത്? മൗലികാവകാശങ്ങളും നിർദ്ദേശക തത്വങ്ങളും തമ്മിൽ എന്തെങ്കിലും ഒരു വൈരുദ്ധ്യം ഉണ്ടാവുകയാണെങ്കിൽ ഏതിനായിരിക്കും കൂടുതൽ പ്രാധാന്യം ലഭിക്കുന്നത്? മൗലികാവകാശങ്ങൾക്കായിരിക്കും. ക്ലിയർ ആണല്ലോ. ഇന്ന് സുപ്രീം കോടതി പ്രസ്താവിച്ച കേസ് ഏതാണ്? ചെമ്പകം ദൊരൈരാജൻ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് മദ്രാസ് 1951. ഓക്കെ, ഇതുപോലെ നിർദ്ദേശക തത്വങ്ങളുമായി ബന്ധപ്പെട്ട് 2-3 കേസും കൂടിയുണ്ട്. അത് PSC പരീക്ഷകളിൽ ചോദിച്ചിട്ടുമുണ്ട്. അതുകൊണ്ട് നമുക്ക് അതും കൂടി ഒന്ന് നോക്കി പോവാം. ചെമ്പകം ദൊരൈരാജൻ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് മദ്രാസ് നമ്മൾ നോക്കി. ഇനി അതുപോലെ വരുന്ന കഴിഞ്ഞ പരീക്ഷയിൽ ചോദിച്ചൊരു ചോദ്യമാണ് എന്ത്? ഗോലക്നാഥ് വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് പഞ്ചാബ് 1967 എന്ന് പറയുന്നത്. ഇതിൽ സുപ്രീം കോടതി എന്താണ് വിധിച്ചത്? മാർഗനിർദ്ദേശക തത്വം നടപ്പിലാക്കുവാൻ മൗലികാവകാശം ഭേദഗതി ചെയ്യേണ്ടതില്ല എന്ന് സുപ്രീം കോടതി വിധിച്ചു. ഏത് കേസിലാണ്? ഗോലക്നാഥ് വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് പഞ്ചാബ് 1967. അതുപോലെ എന്താണ് മിനർവ മിൽസ് വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് യൂണിയൻ ഓഫ് ഇന്ത്യ കേസ് എന്ന് പറയുന്നത് 1980? ഇതിൽ സുപ്രീം കോടതി വിധിച്ച എന്താണെന്ന് വെച്ചാൽ മൗലികാവകാശങ്ങളും നിർദ്ദേശക തത്വങ്ങളും പരസ്പര പൂരകങ്ങളാണ്. മാർഗനിർദ്ദേശക തത്വങ്ങൾ നടപ്പിലാക്കുന്നതിന് ഏതെങ്കിലും മൗലികാവകാശങ്ങൾ നടപ്പിലാക്കുന്നതിന് ഏതെങ്കിലും മാർഗനിർദ്ദേശക തത്വങ്ങളോ പരസ്പരം ത്യജിക്കേണ്ടതില്ല എന്ന് വിധിച്ചു. ഓക്കെ, അതായത് ഫണ്ടമെന്റൽ റൈറ്റ്സ് നടപ്പിലാക്കാൻ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് മാറ്റേണ്ട ആവശ്യമില്ല. അതുപോലെ തന്നെ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് നടപ്പിലാക്കാൻ വേണ്ടി മൗലികാവകാശങ്ങളും ത്യജിക്കേണ്ട കാര്യമില്ല എന്ന് വിധിച്ച കേസാണ് ഇത് മിനർവ മിൽസ് വേഴ്സസ് സ്റ്റേറ്റ് യൂണിയൻ ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത് 1980. ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഇവിടെയൊക്കെ എന്താണ് പറഞ്ഞത്? ഫണ്ടമെന്റൽ റൈറ്റ്സിൽ ചേഞ്ച് വരുത്താൻ പറ്റത്തില്ല എന്നല്ല പറഞ്ഞത്. പക്ഷേ നമ്മുടെ 1973 കേശവാനന്ദ ഭാരതി കേസിൽ സുപ്രീം കോടതി എന്ത് വിധിച്ചു? നമ്മുടെ ഭരണഘടനയുടെ ഏത് ഭാഗം വേണമെങ്കിൽ നമുക്ക് മാറ്റാം. പക്ഷെ എന്താണ്? ഭരണഘടനയുടെ അടിസ്ഥാന ഘടന മാറ്റം വരുത്താൻ പറ്റും. അതായത് മൗലികാവകാശം ഉൾപ്പെടെ നമുക്ക് ഏത് ഭാഗം വേണമെങ്കിലും മാറ്റം വരുത്താൻ സാധിക്കും. പക്ഷെ എന്താണ്? ഭരണഘടനയുടെ ബേസിക് സ്ട്രക്ചറിൽ മാറ്റം വരുത്താൻ പാടില്ല. ആ മാറ്റം വരുത്താതെ വേണം എന്ത് ചെയ്യാൻ? ഭരണഘടനയുടെ ഭാഗങ്ങൾ ഏതെങ്കിലുമൊക്കെ മാറ്റുവാണെങ്കിൽ മാറ്റേണ്ടത്. ഓക്കെ, എന്ന് വിധിച്ച കേസാണ് ഇത് കേശവാനന്ദ ഭാരതി കേസ്. അടുത്ത ചോദ്യം. പുതിയ സംസ്ഥാനങ്ങളുടെ രൂപീകരണവുമായി ബന്ധപ്പെട്ട ഭേദഗതികൾ പാസാക്കുവാൻ പാർലമെന്റിന്റെ ഏതുതരം ഭൂരിപക്ഷമാണ് വേണ്ടത്? ഇവിടെ പാസാക്കേണ്ട ഭേദഗതി ഏതുമായി ബന്ധപ്പെട്ട വിഷയമാണ്?
പുതിയ സംസ്ഥാനങ്ങളുടെ രൂപീകരണം എന്ന് പറയുന്ന വിഷയമാണ് അല്ലെ. അപ്പൊ ഇതുമായി ബന്ധപ്പെട്ട ഭേദഗതികൾ പാസ്സാക്കുവാൻ പാർലമെന്റിന്റെ ഏത് തരം ഭൂരിപക്ഷമാണ് വേണ്ടത് എന്നാണ് നമ്മളോട് ചോദ്യം. പാർലമെന്റിന്റെ 3 തരം ഭൂരിപക്ഷങ്ങളാണ് ഉള്ളത്. ഏതൊക്കെയാണ്? പാർലമെന്റിന്റെ കേവല ഭൂരിപക്ഷം, സിമ്പിൾ മെജോറിറ്റി. രണ്ടാമത്തെ എന്താണ്? സ്പെഷ്യൽ മെജോറിറ്റി, പാർലമെന്റിന്റെ പ്രത്യേക ഭൂരിപക്ഷം, സ്പെഷ്യൽ മെജോറിറ്റി. മൂന്നാമത്തെ എന്താണ്? പാർലമെന്റിന്റെ പ്രത്യേക ഭൂരിപക്ഷത്തോടെയും പകുതി സംസ്ഥാനങ്ങളുടെ അംഗീകാരത്തോടു കൂടി. അപ്പൊ ഓരോ വിഷയങ്ങളും എന്താണ്? വ്യത്യസ്തപ്പെട്ടിരിക്കും കേട്ടോ. അപ്പൊ നമ്മളോട് ഇവിടെ ചോദിച്ചിരിക്കുന്ന വിഷയം എന്താണ്? പുതിയ സംസ്ഥാനങ്ങളുടെ രൂപീകരണവുമായി ബന്ധപ്പെട്ട ഭേദഗതികൾ പാസ്സാക്കുവാൻ പാർലമെന്റിന്റെ ഏത് തരം ഭൂരിപക്ഷം വേണമെന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ഈ തന്നിരിക്കുന്നവയിൽ ഏത് തരം ഭൂരിപക്ഷമാണ് ഈ വിഷയം പാസ്സാക്കുവാൻ വേണ്ടത്? നിങ്ങൾ പറ, ഏത് ഭൂരിപക്ഷമാണ്? പാർലമെന്റിന്റെ കേവല ഭൂരിപക്ഷമാണ് കേട്ടോ. സിമ്പിൾ മെജോറിറ്റി മതി. സിമ്പിൾ മെജോറിറ്റിയിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പുതിയ സംസ്ഥാനങ്ങളുടെ രൂപീകരണം എന്ന് പറയുന്ന ഈ വിഷയവുമായി ബന്ധപ്പെട്ട ഭേദഗതികൾ നമുക്ക് പാർലമെന്റിൽ പാസ്സാക്കിയെടുക്കാൻ സാധിക്കും. ഓക്കെ, ക്ലിയർ ആണല്ലോ. ഇനി അടുത്ത ചോദ്യം. കേന്ദ്രവും ഒന്നോ അതിലധികമോ സംസ്ഥാനങ്ങൾ തമ്മിലുള്ള തർക്കവും അല്ലെങ്കിൽ 2 സംസ്ഥാനങ്ങൾ തമ്മിലുള്ള തർക്കവും പരിഹരിക്കുന്നത് സുപ്രീം കോടതിയാണ്. ഇത് സുപ്രീം കോടതിയുടെ ഏത് അധികാര പരിധിയിൽ വരുന്നതാണ്? ക്വസ്റ്റ്യൻ ഒന്നും കൂടെ പറയാം. അതായത് നമ്മുടെ കേന്ദ്രവും ഒരു സംസ്ഥാനവും തമ്മിൽ എന്തെങ്കിലും ഒരു തർക്കം ഉണ്ടായെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ കേന്ദ്രവും ഒന്നിലധികം സംസ്ഥാനങ്ങളും തമ്മിൽ എന്തെങ്കിലും ഒരു തർക്കം ഉണ്ടായി എന്ന് വിചാരിക്കുക. ഇതും അല്ലെങ്കിൽ മൂന്നാമത്തെ കേസ് എന്ന് പറയുന്നത് സംസ്ഥാനങ്ങൾ തമ്മിൽ എന്തെങ്കിലും ഒരു തർക്കം ഉണ്ടായെന്ന് വിചാരിക്കും. ഈ 3 കേസിലും ഈ തർക്കങ്ങൾ പരിഹരിക്കാനുള്ള അധികാരമുള്ളത് ആർക്കാണ്? സുപ്രീം കോടതിക്കാണ്. ഇത് സുപ്രീം കോടതിയുടെ ഏത് അധികാര പരിധിയിൽ വരുന്നതാണെന്നാണ് ചോദ്യം. ഏത് അധികാര പരിധിയിൽ വരുന്നതാണ്? നമ്മൾ കേട്ടിട്ടുണ്ട് സുപ്രീം കോടതിയുടെ വിവിധ അധികാരങ്ങൾ എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് അല്ലെ. എന്താണ്? അപ്പീൽ അധികാരം, റിട്ട് അധികാരം, തനത് അധികാരം എന്നൊക്കെ കേട്ടിട്ടുണ്ട്. അപ്പൊ ഈ പറയുന്ന വിഷയം സുപ്രീം കോടതി, ഈ പറയുന്ന അധികാരം സുപ്രീം കോടതിയുടെ ഏത് അധികാര പരിധിയിൽ വരുന്നതാണെന്നാണ് നമ്മുടെ ചോദ്യം. ഏത് അധികാര പരിധിയിൽ വരുന്നതാണ്? തനത് അധികാരത്തിലാണ് കേട്ടോ. അപ്പൊ അതായത് കേന്ദ്രവും സംസ്ഥാനവും തമ്മിൽ എന്തെങ്കിലും തർക്കം ഉണ്ടാവുകയാണെങ്കിൽ, അല്ലെങ്കിൽ സംസ്ഥാനങ്ങൾ തമ്മിൽ എന്തെങ്കിലും തർക്കം ഉണ്ടാവുകയാണെങ്കിൽ അത് പരിഹരിക്കാനുള്ള അധികാരം ആർക്കാണ്? സുപ്രീം കോടതിക്ക് മാത്രമാണ്. ഇത് സുപ്രീം കോടതിയുടെ തനത് അധികാരമാണ്. ഓക്കെ, ഏത് തരം അധികാര പരിധിയാണിത്? തനത് അധികാരമാണ് കേട്ടോ. ക്ലിയർ ആണല്ലോ. ഇനി അടുത്ത ചോദ്യം. 52ാം ഭേദഗതി നിലവിൽ വന്നത് എന്നാണ്? 52ാം ഭേദഗതി എന്തുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ്? കൂറുമാറ്റ നിരോധന നിയമവുമായി ബന്ധപ്പെട്ടതാണ് അല്ലെ. അപ്പൊ ഈ ഭേദഗതി നിലവിൽ വന്നത് ഏത് വർഷമാണ്? 1985 ആണ്. ഒരു ചോദ്യം കൂടെ. ഈ കൂറുമാറ്റ നിരോധന നിയമം ശക്തിപ്പെടുത്താൻ വേണ്ടി കൊണ്ടുവന്ന ഭേദഗതി ഏതാണ്? നമ്മൾ പറഞ്ഞു കൂറുമാറ്റ നിരോധന നിയമം കൊണ്ടുവന്നത് 52ാം ഭേദഗതിയിലൂടെയാണ്, 1985. ഇനി ആ വന്ന കൂറുമാറ്റ നിരോധന നിയമത്തിന് കുറെ പഴുതുകൾ ഉണ്ടായിരുന്നു. അപ്പൊ കുറച്ചും കൂടി ഈ കൂറുമാറ്റ നിരോധന നിയമം ശക്തിപ്പെടുത്താൻ വേണ്ടി മറ്റൊരു ഭേദഗതി കൊണ്ടുവന്നു. ആ ഭേദഗതി എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ്? 91ാം ഭേദഗതിയാണ് കേട്ടോ. 91ാം ഭേദഗതിയുടെ പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത് എന്തായിരുന്നു? കൂറുമാറ്റ നിരോധന നിയമം ശക്തിപ്പെടുത്തുക എന്നുള്ളതായിരുന്നു. അതിന് വേണ്ടിയിട്ടുള്ള വ്യവസ്ഥകളൊക്കെ 91ാം ഭേദഗതിയിലൂടെ ഭരണഘടനയിൽ കൂട്ടിച്ചേർത്തു. ക്ലിയർ ആണല്ലോ. ഇനി അടുത്ത ചോദ്യം നോക്കൂ. വോട്ടിംഗ് പ്രായം 21 വയസ്സിൽ നിന്നും 18ആയി കുറച്ച ഭരണഘടനാ ഭേദഗതി ഏതാണ്? 61ാം ഭേദഗതിയാണ് കേട്ടോ. 61ാം ഭേദഗതിയിലൂടെയാണ് വോട്ടിംഗ് പ്രായം 21ൽ നിന്നും 18ആയിട്ട് കുറച്ചത്. ഇനി ദിനേശ് ഗോസ്വാമി കമ്മിറ്റിയുടെ പരിഗണനാ വിഷയം ഏതായിരുന്നു? തിരഞ്ഞെടുപ്പ് പരിഷ്കരണമാണ് കേട്ടോ. ദിനേശ് ഗോസ്വാമി കമ്മിറ്റിയുടെ പരിഗണനാ വിഷയം എന്താണ്? തിരഞ്ഞെടുപ്പ് പരിഷ്കരണമാണ്. ഏത് കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരമാണ് കേന്ദ്ര വിജിലൻസ് കമ്മീഷൻ സ്ഥാപിതമായത്? ഏത് കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരമാണ്? സന്താനം കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരമാണ് കേന്ദ്ര വിജിലൻസ് കമ്മീഷൻ സ്ഥാപിതമായത്. എന്നാണ് കേന്ദ്ര വിജിലൻസ് കമ്മീഷൻ സ്ഥാപിതമായത്? 1964 കേട്ടോ. ആസ്ഥാനം എവിടെയാണ്? സത്കാർത്ത ഭവൻ, ന്യൂഡൽഹിയാണ് ഇതിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് കേട്ടോ. അതുപോലെ തന്നെ നിലവിലെ കേന്ദ്ര വിജിലൻസ് കമ്മീഷണർ ആരാണ്? PK ശ്രീവാസ്തവയാണ് കേട്ടോ. ഇത് ശ്രദ്ധിച്ചു വെക്കുക. നിലവിലെ കേന്ദ്ര വിജിലൻസ് കമ്മീഷണർ ആരാണ്? PK ശ്രീവാസ്തവ. ഓക്കെ, ഇനി അടുത്ത ചോദ്യം. ഭരണഘടനയിലെ ഏത് അനുച്ഛേദത്തിലെ നിർദ്ദേശങ്ങൾക്കനുസൃതമായാണ് ഇലക്ഷൻ കമ്മീഷൻ രൂപീകരിക്കപ്പെട്ടിട്ടുള്ളത്? ഏത് നിർദ്ദേശങ്ങൾക്കനുസൃതമായിട്ടാണ്? 324 കേട്ടോ. 324 വെച്ചിട്ടാണ് ഇലക്ഷൻ കമ്മീഷൻ രൂപീകരിക്കപ്പെട്ടിട്ടുള്ളത്. ഇനി അടുത്തൊരു ചോദ്യം നോക്കും. രാഷ്ട്രപതിയുടെ നിയമനിർമ്മാണ അധികാരവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന കണ്ടെത്തണം. ഗവർണർ രാഷ്ട്രപതിയുടെ പരിഗണനയ്ക്ക് അയക്കുന്ന ബില്ലുകൾക്ക് അംഗീകാരം നൽകാതിരിക്കാം. ശരിയാണ്. ബില്ലുകളിൽ വേണ്ട നിർദ്ദേശങ്ങൾ നൽകി പുനഃപരിശോധനയ്ക്ക് വേണ്ടി തിരിച്ചയക്കാം. അതും ശരിയാണ്.
രാഷ്ട്രപതിയുടെ അംഗീകാരത്തിന് അയച്ച സംസ്ഥാന ബില്ലുകൾക്ക് അംഗീകാരം നൽകാൻ 1 വർഷത്തെ സമയപരിധി ലഭിക്കുന്നു. ഇത് തെറ്റായ പ്രസ്താവനയാണ്. അപ്പം രാഷ്ട്രപതിയുടെ നിയമനിർമ്മാണ അധികാരവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന 1ഉം 2ഉമാണ്. ഓപ്ഷൻ സി ആണ് ശരി ഉത്തരം. ക്ലിയർ ആണല്ലോ. ഇനി അടുത്ത ചോദ്യം. പാർലമെന്ററി കമ്മിറ്റികൾ എന്ന ആശയം ഇന്ത്യൻ ഭരണഘടന കടം കൊണ്ടിരിക്കുന്നത് എവിടെ നിന്നാണ്? ഏത് ഭരണഘടനയിൽ നിന്നാണ്? ബ്രിട്ടന്റെ ഭരണഘടനയിൽ നിന്നാണ്. നമുക്കറിയാം ഭരണഘടനയിലെ വിവിധ ആശയങ്ങൾ നമ്മൾ പല രാജ്യത്തെ ഭരണഘടനയിൽ നിന്നും കടമെടുത്തിട്ടുണ്ട് അല്ലെ. അതുപോലെ പാർലമെന്ററി കമ്മിറ്റികൾ എന്ന ആശയം ഇന്ത്യൻ ഭരണഘടന കടമെടുത്തത് എവിടെ നിന്നാണ്? ബ്രിട്ടനിൽ നിന്നാണ് കേട്ടോ, ബ്രിട്ടനിൽ നിന്നാണ്. അടുത്ത ചോദ്യം. പൊതു ഖജനാവിൽ നിന്നും ശമ്പളം അനുവദിക്കുന്ന ഒരു പദവിയിലും കൂറുമാറ്റ നിരോധന നിയമപ്രകാരം അയോഗ്യനാക്കപ്പെടുന്ന വ്യക്തിക്ക് അലങ്കരിക്കാൻ സാധിക്കില്ലെന്ന് വ്യവസ്ഥ ചെയ്യുന്ന ഭരണഘടനാ ഭേദഗതി ഏതാണ്? 91 ഭേദഗതിയാണ് കേട്ടോ. നമ്മൾ പറഞ്ഞു കൂറുമാറ്റ നിരോധന നിയമം കൊണ്ടുവന്ന ഭേദഗതി ഏതാണ്? 52 ഭേദഗതിയാണ്. പക്ഷെ ഇതിൽ കുറെ എന്താണ് ലൂപ്പ് ഹോൾസ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ കൂറുമാറ്റ നിരോധന നിയമം ശക്തിപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടു കൂടി കൊണ്ടുവന്ന ഭേദഗതിയാണ് ഏത്? 91 ഭേദഗതി എന്ന് പറയുന്നത്. അതിന് വേണ്ട വ്യവസ്ഥകൾ ഈ ഭേദഗതിയിലൂടെ ഭരണഘടനയിൽ കൂട്ടിച്ചേർത്തു. അങ്ങനെ ഒരു വ്യവസ്ഥയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. എന്താണ് ഇത് പറയുന്നത്? അതായത് കൂറുമാറ്റ നിരോധന നിയമപ്രകാരം അയോഗ്യനാക്കപ്പെടുന്ന ഒരു വ്യക്തി അദ്ദേഹത്തിന്റെ അയോഗ്യതാ കാലാവധി തീരുന്നിടം വരെ എന്ത് അലങ്കരിക്കാൻ സാധിക്കത്തില്ല? പൊതു ഖജനാവിൽ നിന്നും ശമ്പളം അനുവദിക്കുന്ന ഒരു പദവിയും അദ്ദേഹത്തിന് അലങ്കരിക്കാൻ സാധിക്കത്തില്ല. ക്ലിയർ ആണല്ലോ. ഇനി അടുത്ത ചോദ്യം. ഏത് ഭരണഘടന ഭേദഗതിയിലൂടെയാണ് 2ഓ അതിലധികമോ സംസ്ഥാനങ്ങൾക്ക് ഒരു ഹൈക്കോടതിയാകാമെന്ന് വ്യവസ്ഥ ചെയ്തിരിക്കുന്നത്? 7ാം ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് കേട്ടോ. അതായത് 1ഓ അതിലധികമോ സംസ്ഥാനങ്ങൾക്ക് ഒരു ഹൈക്കോടതിയാകാം എന്ന് വ്യവസ്ഥ ചെയ്ത ഭേദഗതിയാണ് ഏത്? 7ാം ഭേദഗതി 1956. ഇനി അടുത്ത ചോദ്യം. രാജ്യസഭാ അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്ന രീതി ഏതാണ്? നമുക്കറിയാം നമ്മുടെ രാജ്യത്ത് പ്രത്യക്ഷ തെരഞ്ഞെടുപ്പുണ്ട്, പരോക്ഷ തെരഞ്ഞെടുപ്പുണ്ട്. ഇതിൽ ചോദിച്ചിരിക്കുന്നത് രാജ്യസഭാ അംഗങ്ങളെ ഏത് രീതിയിലാണ് തെരഞ്ഞെടുക്കുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏത് രീതിയിലാണ്? പരോക്ഷമായ തെരഞ്ഞെടുപ്പിലൂടെയാണ് കേട്ടോ. എന്താണ് പ്രത്യക്ഷ തെരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞാൽ? എന്താണ് പ്രത്യക്ഷ തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ നേരിട്ടാണ് തെരഞ്ഞെടുക്കുന്നത്. പക്ഷെ പരോക്ഷ തെരഞ്ഞെടുപ്പ് എന്താണ്? ജനങ്ങൾ തെരഞ്ഞെടുത്ത ആൾക്കാരാണ് ഇവിടെ തെരഞ്ഞെടുക്കുന്നത്. ക്ലിയർ ആണല്ലോ. ഒന്നും കൂടെ ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞാൽ രാജ്യസഭാംഗങ്ങളെ തെരഞ്ഞെടുക്കുന്നത് ആരാണ്? നമ്മുടെ MLA-മാരില്ല, അതായത് സംസ്ഥാന നിയമസഭയിലേക്ക് ജനങ്ങൾ നേരിട്ട് പ്രതിനിധികളെ തെരഞ്ഞെടുക്കുന്നു. അവരാണ് ആര്? MLA-മാരെന്ന് പറയുന്നത്. ആ MLA-മാരാണ് അവരുടെ സംസ്ഥാനത്തിലെ രാജ്യസഭാ അംഗങ്ങളെ തെരഞ്ഞെടുക്കുന്നത്. അപ്പൊ എന്താണ് ഇവിടെ വരുന്നത്? പ്രത്യക്ഷ തെരഞ്ഞെടുപ്പാണോ? രാജ്യസഭാ അംഗങ്ങളെ നേരിട്ടാണോ ജനങ്ങൾ തെരഞ്ഞെടുക്കുന്നത്? അല്ല. പക്ഷെ ജനങ്ങൾ തെരഞ്ഞെടുത്ത ആൾക്കാരാണ് ആരെ തെരഞ്ഞെടുക്കുന്നത്? രാജ്യസഭാ അംഗങ്ങളെ തെരഞ്ഞെടുക്കുന്നത്. അതുകൊണ്ട് അതെന്താണ്? പരോക്ഷ തെരഞ്ഞെടുപ്പാണ്. പരോക്ഷ തെരഞ്ഞെടുപ്പാണ്. ക്ലിയർ ആണല്ലോ. അപ്പൊ രാജ്യസഭാ അംഗങ്ങളെ തെരഞ്ഞെടുക്കുന്ന രീതി ഏതാണ്? പരോക്ഷ തെരഞ്ഞെടുപ്പാണ്. പരോക്ഷ തെരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? ജനങ്ങൾ നേരിട്ടല്ല തെരഞ്ഞെടുക്കുന്നത്, പകരം ജനങ്ങൾ തെരഞ്ഞെടുത്ത ആൾക്കാരാണ് ഇവരെ തെരഞ്ഞെടുക്കുന്നത്. അങ്ങനെയെങ്കിൽ രാജ്യസഭാ അംഗങ്ങളെ തെരഞ്ഞെടുക്കുന്നത് ആരാണ്? നമ്മുടെ MLA-മാരില്ലേ? സംസ്ഥാന നിയമസഭയിലേക്ക് ജനങ്ങൾ നേരിട്ട് തെരഞ്ഞെടുക്കുന്ന പ്രതിനിധികളാണ് എന്ത്? MLA-മാരെന്ന് പറയുന്നത്. ആ MLA-മാരാണ് അവരവരുടെ സംസ്ഥാനങ്ങളിലെ രാജ്യസഭാ അംഗങ്ങളെ തെരഞ്ഞെടുക്കുന്നത്. ക്ലിയർ ആണല്ലോ. ഇനി ഞാൻ ചോദിക്കട്ടെ, രാജ്യസഭയിൽ പരമാവധി എത്ര അംഗങ്ങൾ ആവാം? ഇന്ത്യൻ ഭരണഘടന അനുസരിച്ച് രാജ്യസഭയിൽ പരമാവധി എത്ര അംഗങ്ങൾ ആവാം? പറയൂ, എത്ര അംഗങ്ങളാവാം? പരമാവധി 250 അംഗങ്ങൾ രാജ്യസഭയിലാവാം. അത് നമ്മൾ പറഞ്ഞു, തെരഞ്ഞെടുത്ത ആൾക്കാരുണ്ടായിരിക്കും അല്ലെ. സംസ്ഥാനങ്ങളിൽ നിന്നും MLA-മാർ തെരഞ്ഞെടുത്ത രാജ്യസഭാംഗങ്ങൾ ഉണ്ടായിരിക്കും. അതാണ് എന്തെന്ന് പറയുന്നത്? 238 എന്ന് പറയുന്നത്. ഓക്കെ, 250 പരമാവധി 250 അംഗങ്ങൾ വരാം. അതിൽ 238 എന്ന് പറയുന്നത് എന്താണ്? സംസ്ഥാനത്ത് നിന്നും തെരഞ്ഞെടുത്ത അംഗങ്ങളാണ്. തെരഞ്ഞെടുത്ത അംഗങ്ങളാണ്, എലക്റ്റഡ് മെമ്പേഴ്സ് ആണ്. ഇത് കൂടാതെ 12 നോമിനേറ്റഡ് അംഗങ്ങളുണ്ടായി, അതായത് പ്രസിഡന്റ് നോമിനേറ്റ് ചെയ്ത അംഗങ്ങളുണ്ടാകും. അതായത് 250 പരമാവധി അംഗങ്ങളിൽ 238 തെരഞ്ഞെടുത്ത അംഗങ്ങളും 12 നോമിനേറ്റഡ് അംഗങ്ങളുമാണ് വരുന്നത്. ഓക്കെ, ക്ലിയർ ആണല്ലോ. ഇനി ഒരു ചോദ്യവും കൂടെ ഇവിടെ ഉണ്ടായിരുന്നു. എന്താണ്? രാജ്യസഭയുടെ തെരഞ്ഞെടുപ്പ് രീതി ഇന്ത്യ കടമെടുത്ത രാജ്യം ഏതാണ്? അത് ചോദിക്കുവാണെങ്കിൽ ഏതാണ്? ദക്ഷിണാഫ്രിക്കയാണ് കേട്ടോ. അപ്പൊ ദക്ഷിണാഫ്രിക്കയിൽ നിന്നാണ് ഈ ഒരു തെരഞ്ഞെടുപ്പ് രീതി നമ്മുടെ ഭരണഘടനയിലേക്ക് കടമെടുത്തത്. ഓക്കെ, ക്ലിയർ ആണല്ലോ. ഇനി അടുത്തൊരു ചോദ്യം നോക്കാം.
നിർദ്ദേശക തത്വങ്ങൾ ന്യായവാദത്തിന് അർഹമല്ല എന്ന് പ്രതിപാദിക്കുന്ന ഭരണഘടനയിലെ അനുച്ഛേദം ഏതാണ്? 37 കേട്ടോ. അനുച്ഛേദം 37 എന്ത് പറയുന്നത്? നിർദ്ദേശക തത്വങ്ങൾ ന്യായവാദത്തിന് അർഹമല്ല. ഫണ്ടമെന്റൽ റൈറ്റ്സ് സാധിച്ചു കിട്ടാൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കോടതിയെ സമീപിക്കാൻ പറ്റും. പക്ഷെ നിർദ്ദേശക തത്വങ്ങൾ നടപ്പിലാക്കി എടുക്കാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല? കോടതിയെ സമീപിക്കാൻ സാധിക്കത്തില്ല. ക്ലിയർ ആണല്ലോ? ഇനി നിലവിലെ റോഡ് ഗതാഗതം ഹൈവേ മന്ത്രി ആരാണ്? അത് നിങ്ങൾക്ക് അറിയായിരിക്കും. ആരാണ്? നിതിൻ ഗഡ്കരിയാണ് അല്ലെ? നിതിൻ ഗഡ്കരി. ഹൈവേ ഒക്കെ റീസെന്റ് ആയിട്ട് വിഷയങ്ങളായിട്ടുള്ളത് കൊണ്ട് നമുക്കത് അറിയായിരിക്കും. എങ്കിലും ഒന്ന് നോക്കി വെക്കുക. അടുത്തത്, നിലവിൽ എത്ര വിഷയങ്ങളാണ് സ്റ്റേറ്റ് ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ളത്? നമുക്കറിയാം ഭരണഘടനയുടെ 7ാം പട്ടികയിലാണ് ലിസ്റ്റുകളെ കുറിച്ച് പ്രതിപാദിച്ചിരിക്കുന്നത്. ഏതൊക്കെയാണ് ലിസ്റ്റുകൾ? ഏതൊക്കെയാണ്? യൂണിയൻ ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ്, കൺകറന്റ് ലിസ്റ്റ്. ഇതിൽ നിലവിൽ എത്ര വിഷയങ്ങളാണ് സ്റ്റേറ്റ് ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് എന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. എത്ര വിഷയങ്ങളാണ്? 59 വിഷയങ്ങളാണ് സ്റ്റേറ്റ് ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഓക്കെ, അങ്ങനെയെങ്കിൽ യൂണിയൻ ലിസ്റ്റിൽ നിലവിൽ എത്ര വിഷയങ്ങളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്? 98 വിഷയങ്ങളാണ് കേട്ടോ. സ്റ്റേറ്റ് ലിസ്റ്റിൽ 59, കൺകറന്റ് ലിസ്റ്റിൽ 52. തുടക്കത്തിൽ എത്രയുണ്ടെന്നുള്ളതും കൊടുത്തിട്ടുണ്ട്. അത് നോക്കിയില്ലെങ്കിലും നിലവിൽ എത്ര വിഷയങ്ങളാണ് യൂണിയൻ, സ്റ്റേറ്റ്, കൺകറന്റ് ലിസ്റ്റിലുള്ളതെന്ന് നിങ്ങളൊന്ന് നോക്കി വെക്കാം. സ്റ്റേറ്റിലും കൺകറന്റിലാണ് 50 വരുന്നത് അല്ലേ? സ്റ്റേറ്റിലാണെങ്കിൽ 59, കൺകറന്റിലാണെങ്കിൽ 52. പക്ഷെ യൂണിയൻ ആണെങ്കിലോ 98 വരുന്നത്. 98 വിഷയങ്ങളാണ് നിലവിൽ യൂണിയൻ ലിസ്റ്റിൽ ഉള്ളത്. ഓക്കെ, ഇനി അടുത്ത ചോദ്യം, ട്രേഡ് യൂണിയനുകൾ, ഫാക്ടറികൾ എന്നിവ ഏത് ലിസ്റ്റിൽ ഉൾപ്പെട്ട വിഷയമാണ്? കൺകറന്റ് ലിസ്റ്റിൽ ഉൾപ്പെട്ട വിഷയമാണ് കേട്ടോ. ട്രേഡ് യൂണിയനുകളും ഫാക്ടറികളും കൺകറന്റ് ലിസ്റ്റിൽ ഉൾപ്പെട്ട വിഷയങ്ങളാണ്. ഇനി ഇന്ത്യയുടെ ഭരണഘടനാ നിർമ്മാണ സമിതിയിൽ ഉണ്ടായിരുന്ന ഏക ദളിത് വനിത ആരാണ്? ദാക്ഷായണി വേലായുധനാണ്. നമുക്കറിയാം നമ്മുടെ ഭരണഘടനാ നിർമ്മാണ സഭയിൽ വിഭജനത്തിന് മുൻപ് എത്ര അംഗങ്ങളുണ്ടായിരുന്നു? ഭരണഘടനാ നിർമ്മാണ സഭയിൽ 389 അംഗങ്ങളുണ്ടായിരുന്നു അല്ലെ? വിഭജനത്തിന് ശേഷമോ 299 അംഗങ്ങളുണ്ട്. അതായത് വിഭജനത്തിന് ശേഷം ഭരണഘടനാ നിർമ്മാണ സഭയിൽ സമിതിയിൽ എത്ര അംഗങ്ങളുണ്ടായിരുന്നു? 299 അംഗങ്ങളുണ്ടായിരുന്നു. ഇതിൽ വനിതകൾ എത്ര പേരായിരുന്നു? 15 പേരായിരുന്നു അല്ലെ? വനിതകൾ 15 പേരായിരുന്നു. ഈ 15 വനിതകളിൽ 3 വനിതകൾ ആരായിരുന്നു? മലയാളികളായിരുന്നു അല്ലെ? 3 മലയാളി വനിതകൾ ഉണ്ടായിരുന്നു. ഓക്കെ, ക്ലിയർ ആണല്ലോ? ആരൊക്കെയാണത്? ആനി മസ്ക്രീൻ, അമ്മു സ്വാമിനാഥൻ, ദാക്ഷായണി വേലായുധൻ. അതുപോലെ തന്നെ ദാക്ഷായണി വേലായുധന്റെ പ്രത്യേകതയാണ് എന്ത്? ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭയിൽ ഉണ്ടായിരുന്ന ഏക ദളിത് വനിത. ഭരണഘടനാ നിർമ്മാണ സഭയിൽ ഉണ്ടായിരുന്ന ഏക ദളിത് വനിത ആരാണെന്ന് ചോദിച്ചാൽ ആരാണ്? ദാക്ഷായണി വേലായുധനാണ്.